സർ, നമ്മുടെ ട്രംപ് ട്രംപ് ഓരോ ദിവസവും പുതിയ വെടികൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതെല്ലാം കണ്ടിട്ട് ആരും ഞെട്ടുന്നില്ല എന്നുള്ളത് പുള്ളിക്ക് വീണ്ടും ഒരു ചിത്തഭ്രമം കൂട്ടാനുള്ള സാധ്യതയും മാറുകയും ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് ഓരോ തവണയും ഓരോരോ രീതിയിലുള്ളതാണ്, പല പല ഡയമെൻഷൻസ് ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒന്നും നടക്കാൻ പോകുന്നതുമില്ല. ഇത്തരത്തിൽ ട്രംപിനെ പറയിപ്പിക്കുന്നത് സർ പ്രായത്തിൻ്റെ അസ്കിതകളാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ അതിന് പിന്നിലുണ്ടോ? കാര്യം നമുക്കറിയാം, അമേരിക്ക സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഒരു പുനർജീവൻ കൊടുക്കേണ്ടത് ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ കടമ കൂടിയാണ്. പക്ഷെ ഒരു കടമ എന്ന് പറയുമ്പോൾ എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് ലോകരാജാവായി വാഴാം എന്നുള്ളതല്ലല്ലോ സർ. ട്രംപിന് പാളിപ്പോകുന്നുണ്ടേ പലപ്പോഴും പലയിടങ്ങളിലായിട്ട്. ഇതില് പറഞ്ഞ ഈ സംഭവങ്ങൾക്കെല്ലാം കൂടെ ചേർത്ത് ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ സംഭവങ്ങൾ മുമ്പേ പറഞ്ഞ 1, 2, 3 അക്കമിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മള് ഒറ്റ വാക്കിന് ഒരു മറുപടി പറയുകയാണെങ്കിൽ, നമ്മുടെ വൈറ്റ് ഹൗസില് നമ്മുടെ രായിരനെല്ലൂർ മല എന്ന് പറഞ്ഞ് പാലക്കാട് ജില്ലയിൽ ഒരു മലയുണ്ട്. ആ മലയുടെ മുകളിൽ ഒരു വലിയ പ്രതിഷ്ഠയുണ്ട്. വരരുചി എന്ന് പറയുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ മകൻ, 12 മക്കളായിരുന്നു അവര്. ഈ 12 മക്കളിൽ ഒരാളുടെ പ്രതിഷ്ഠയാണുള്ളത്. നമ്മൾ തത്വചിന്താപരമായിട്ട് എന്തെല്ലാം പറഞ്ഞാലും ആ പ്രതിഷ്ഠയെ നമ്മൾ വിളിക്കുന്നത് നാറാണത്ത് ഭ്രാന്തൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നാറാണത്ത് ഭ്രാന്തന്റെ സ്വഭാവ രീതികളൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഓരോ ദിവസവും ഓരോ കല്ലുരുട്ടി മലയുടെ മുകളിലേക്ക് കയറ്റുക, എന്നിട്ട് 1, 2, 3, 4 എന്നൊക്കെ എണ്ണി 100 വരെ എണ്ണും. അപ്പോഴത്തേക്ക് മലമുകളിൽ കല്ലെത്തുമെന്നാണ് പറയുന്നത്. എന്നിട്ട് അവിടെ നിന്നത് നേരെ താഴേക്കിടും. താഴേക്കിട്ടിച്ച് കൈ ഒട്ടിച്ചിരിക്കുക. ഇതായിരുന്നു നാറാണത്ത് ഭ്രാന്തന്റെ രീതികൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ചിലപ്പോൾ ഇതുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുക. ഇദ്ദേഹത്തിന്റെ ഈ പ്രവർത്തികളെ നമുക്ക് ഇതുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കണം. ഓരോ ദിവസവും ട്രംപ് ഓരോരോ അവകാശവാദങ്ങളാണ് ഉന്നയിക്കുന്നത്. ഏതെല്ലാം രാജ്യങ്ങൾക്ക് നികുതിയായിരുന്നു? ആദ്യം ഏറ്റവും കൂടുതൽ നികുതി ചുമത്തുമെന്ന് പറഞ്ഞത് ചൈനയ്ക്കായിരുന്നു. ഇപ്പൊ പടിഞ്ഞാറിന്റെ പോലീസ് എന്നൊക്കെ വിശേഷണമായിരുന്നു ഇത്തരം രാജ്യങ്ങൾക്ക്, അമേരിക്കയൊക്കെ ഉണ്ടായിരുന്നത്. ആ കാലഘട്ടം അങ്ങ് പോയി എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. ഓരോ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ്. സ്വതന്ത്ര സാമ്പത്തികപരമായിട്ടും അമേരിക്കയെക്കാട്ടിൽ വളരെ മെച്ചപ്പെട്ട നിലയിലേക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളോടാണ് ഈ ഭീഷണിയും കൊണ്ടുവരുന്നത്. പണ്ട് കാലത്തിന്റെ അപ്പൻ ആനപ്പുറത്ത് കയറിയിടിഞ്ഞിട്ട് ഇപ്പോഴും അത് കാണുമെന്നൊക്കെ ഉള്ളൊരു മട്ടിലാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങളൊക്കെ കണ്ടാ തോന്നുന്നത്. ചൈനയോടെ കളിക്ക് പോയി വലിയ നികുതി 1, 2, 3 എന്നൊക്കെ പറഞ്ഞ അവസാനം 50 വരെ കയറ്റി. അവസാനം എന്ത് പറ്റി? ചൈന ശക്തമായിട്ട് പ്രതികരിച്ചു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളതും ഏറ്റവും കൂടുതൽ വാങ്ങൽ ശേഷിയുമുള്ള രാജ്യമാണ് ചൈന. അവര് പ്രതികരിച്ചു. കയറ്റുമതി മാത്രമല്ലല്ലോ, ഇറക്കുമതിയും ഉണ്ടല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിന് തന്നോളാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആശാൻ പതുക്കെ താന്ന് 0യിലേക്ക് വീണ്ടും നമ്മുടെ നാറാണത്ത് ഭ്രാന്തൻ ഉരുട്ടി വിട്ട പോലെ താഴേക്ക് കല്ല് കെട്ടിയിട്ടു. എന്നിട്ട് കൈ ഒട്ടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ വീണ്ടും നമ്മളോടാണ് തുടങ്ങിയിരിക്കുന്നത്. നമ്മളോട് തുടങ്ങാൻ പോയിട്ട് കുറച്ചു കാലം കൊണ്ട് അദ്ദേഹത്തിന് ശരിയാകുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നു, റഷ്യയിൽ നിന്ന് ക്രൂഡ് വാങ്ങിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിഷമം. നമ്മൾ റഷ്യയിൽ നിന്ന് എന്തുകൊണ്ടാണ് ക്രൂഡ് വാങ്ങിക്കാൻ കാരണം? അവര് ലോകത്തിലെ ഏറ്റവും കൂടുതലേറെ ക്രൂഡ് ഉത്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് റഷ്യ. ക്രൂഡിന്റെ വില ഇപ്പോഴും തന്നെ സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണല്ലോ, ആഗോള മാർക്കറ്റിൽ അത് സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ റഷ്യ അവര് വിൽക്കുന്ന വിലയെക്കാട്ടില് 20%, 25% വില കുറച്ച് നമുക്ക് തരാമെന്ന് പറയുന്നു. ആരങ്ങനെ ലാഭക്കച്ചവടത്തിന് പോകാതിരിക്കുന്നു? ആ വില എണ്ണയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ശേഖരമുണ്ട്, ആവശ്യത്തിനുള്ള ശേഖരം. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസം മുമ്പ് വന്ന റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ ഏതാണ്ട് ഒരു 10-15 വർഷത്തേക്കുള്ള എണ്ണ നമ്മൾ ശേഖരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇന്ത്യ അടക്കം നമ്മുടെ സൗഹൃദ രാജ്യങ്ങളിലൊക്കെ നമ്മൾ എണ്ണ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെയും തികയുന്നില്ല. ഇപ്പൊ നമ്മൾ വാങ്ങിക്കുന്ന എണ്ണ തികയാതെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളത് മറിച്ച് വെക്കുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് സ്റ്റോർ ചെയ്യുന്നതിനൊരു കപ്പാസിറ്റി, ഒരു കഴിവില്ല. അതിനപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളത് മറിച്ച് വെക്കും. ഇതൊക്കെയാണ്. അപ്പൊ ഇന്ത്യ ഒരു എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിട്ട് മാറിപ്പോകുമോ? ആ ഭയമുണ്ട് ട്രംപിന്. നമ്മൾ ലോകത്തിലെ ഇപ്പൊ ചൈനയോടൊപ്പം തന്നെ നമ്മൾ വലിയ താമസമില്ല. നമ്മുടെ പ്രധാനമന്ത്രി പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ ഒരു 5-6-10 വർഷത്തിനകം ഇന്ത്യ 3ാമത്തെ സാമ്പത്തിക ശക്തിയുമാകും, സൈനിക ശക്തിയുമാകും. നമ്മുടെ തദ്ദേശീയമായിട്ട് നമ്മൾ യുദ്ധോപകരണങ്ങൾ വികസിപ്പിക്കുകയാണ്. അപ്പൊ ഇവരുടെയൊന്നും സഹായം ആവശ്യമില്ല. നമ്മളത് തെളിയിച്ചല്ലോ.
ഈ പറയുന്ന അമേരിക്കയുടെ ഒന്നും സഹായം ഇല്ലാതെ ഒരു രാഷ്ട്രത്തോടെ, ആണവ രാഷ്ട്രത്തോടെ എങ്ങനെ യുദ്ധം ചെയ്യാം എന്നുള്ളത് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞതാ. അപ്പൊ അതുകൊണ്ട് ഇതാണ് ഇദ്ദേഹത്തിന്റെ പ്രശ്നം. ഇദ്ദേഹത്തിന്റെ പ്രശ്നം ഇതൊക്കെ തന്നെയാണ്, ഇന്ത്യയുടെ വളർച്ചയാണ്. അതിനിപ്പോ അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥ തകർന്നു പോയതിന് ഇന്ത്യയാണ് ഉത്തരവാദി. ഇവരുടെയൊക്കെ ഭരണകാലങ്ങള്, ഓരോരോ ഭരണകാലങ്ങളിൽ ചെയ്തു കൂട്ടിയ പ്രവൃത്തികൾക്കും അതിനൊക്കെ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകാൻ പോകുന്നു രാജ്യത്ത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തകർച്ച നേരിടാൻ പോകുന്നു. അപ്പൊ അത്തരം കാര്യങ്ങൾക്കൊന്നും മറ്റ് ലോകരാജ്യങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇതിന്റെ കുറ്റപ്പെടുത്തൽ മാത്രമല്ല, അദ്ദേഹത്തിന് കള്ളക്കളി കളിക്കാമെന്നുമാണ്. നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുകയോ സൗഹൃദം ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യരുത്. അദ്ദേഹത്തിന് നമ്മുടെ പഴയ ചില കാരണവന്മാർ പറയുന്നത് പോലെ എനിക്ക് അടുപ്പിലാകാം ആകുന്നൊരു മട്ടിലാണ് അദ്ദേഹത്തിന്റെ തിയറി. ലോകരാജ്യങ്ങളുമായിട്ടൊക്കെ അദ്ദേഹത്തിന് നല്ല ബന്ധങ്ങളാണ്. നമ്മൾ പറയുന്ന ഇസ്രായേലുമായിട്ട് ബന്ധമാണ്, ഇറാനുമായിട്ട് ബന്ധമാണ്, റഷ്യയുമായിട്ട് ബന്ധമാണ്, ഉക്രൈനുമായിട്ട് ബന്ധമാണ്, പാകിസ്ഥാനുമായിട്ട് ബന്ധമാണ്, ഇന്ത്യയുമായിട്ടും ബന്ധമാണ്. ഇതെന്തൊന്ന് തിയറി? അപ്പൊ ഇത്തരം ചില ഭീഷണികളൊക്കെ അദ്ദേഹം ഇറക്കി നോക്കുകയാണ്. ഇനി 2-3 വർഷം കൂടെ നമ്മൾ ഈ പറഞ്ഞല്ലോ നാറാണത്ത് പ്രാന്തന്റെ കളി അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കും എന്നാണ് തോന്നുന്നത്. അതിന് മുമ്പേ അല്ലെങ്കിൽ അവിടെ വല്ല തീരുമാനങ്ങൾ ഉണ്ടാകണം. ആ രാജ്യത്തെ വിവരമുള്ള ആളുകൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ടി വരും. എന്തെങ്കിലും ഇത്തരം കളികളൊക്കെ അവസാനിപ്പിക്കുമെന്ന് തോന്നുന്നു. നമ്മളിപ്പോ റഷ്യയുമായിട്ടുള്ള സഹകരണം, ഇന്നും ഇന്നലെ തുടങ്ങിയതാണോ? എന്താ അദ്ദേഹം വിചാരിക്കുന്നത്? എത്രയോ വർഷങ്ങളായിട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സൗഹൃദമുള്ള, നമുക്ക് വിശ്വസിക്കാവുന്ന, നമ്മുടെ സഹോദരനെ പോലെ നമുക്ക് വിശ്വസിക്കാവുന്ന രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത്. അതെല്ലാം എത്ര അനുഭവങ്ങളിൽ കൂടെ നമ്മൾ തെളിയിച്ചതാണ്. നമ്മുടെ സൈന്യം തന്നെ ഇന്നലെ പുറത്തുവിട്ട റിപ്പോർട്ട് കണ്ടില്ലേ? സൈന്യം പുറത്തുവിട്ട റിപ്പോർട്ട് ഈ അമേരിക്കയുടെ കള്ളക്കളി, അവർ ഇന്ത്യ വിഭജനത്തിന് ശേഷം 1954 മുതൽ പാകിസ്ഥാന് വേണ്ടി ആയുധങ്ങൾ വിൽക്കുന്നു അമേരിക്ക. നമ്മുടെ സൈന്യമാണ് എക്സിൽ ഇന്നലെ അത് കുറിച്ചിട്ടുണ്ട്. അവര് 54 മുതൽ പാകിസ്ഥാന് ആയുധങ്ങൾ കച്ചവടമാണ്. അതാണ് അവരുടെ പ്രധാന പരിപാടി. ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ 1971 നടന്ന യുദ്ധം, ഇന്ത്യ പാക് യുദ്ധം, അതും അനുസ്മരിപ്പിക്കുന്നുണ്ട് അതിനകത്തില്. കുറച്ച് ദിവസമേ നീണ്ടു നിന്നുള്ളൂ, 13 ദിവസമേ നീണ്ടു നിന്നുള്ളെങ്കിലും നമുക്ക് പറഞ്ഞിട്ട് ഒരുപാട് ആൾനാശം ഉണ്ടായി. രണ്ടു പക്ഷത്തും ഒരുപാട് ആൾനാശം ഉണ്ടായ ഒരു യുദ്ധമാണ്. അതിനെ കുറിച്ചുള്ള വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ദിരാഗാന്ധി ആയിരുന്നു അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. റഷ്യ അന്ന് ആരാണ് നമ്മളെ സഹായിക്കാനുണ്ടായിരുന്നത്? നമ്മള് പാകിസ്ഥാനെതിരെ കീഴടക്കുമെന്നുള്ള ഒരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോഴ്, അവരെ കീഴടക്കുമെന്നുള്ള ഘട്ടം വന്നു കഴിഞ്ഞപ്പോഴേ 12-ാം ദിവസം, യുദ്ധം 13-ാം ദിവസം അവസാനിച്ചു. 11-ാം ദിവസമോ 12-ാം ദിവസമോ അമേരിക്ക എന്താണ് അറ്റകൈ പ്രയോഗിച്ചത്? പാകിസ്ഥാനെ കൊണ്ട് സാധിക്കുകയില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ 7-ാം കപ്പൽപ്പട ഇറക്കി. അല്ലെ? ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേനയാണത്. 7-ാം കപ്പൽപ്പട ഇന്ത്യൻ സമുദ്രത്തിലേക്ക് കടന്നു വന്നു. നമ്മൾ വിചാരിച്ചു, അന്ന് പറഞ്ഞ അറിവുള്ള ആളുകൾക്കൊക്കെ അറിയാമായിരുന്നു, അതിന്റെ പഴയ ചരിത്രം അറിയാവുന്നവർക്കറിയാം ഇന്ത്യ തീരാൻ പോവുകയാണ് അമേരിക്കനകത്ത് യുദ്ധത്തിൽ ഇടപെട്ടാലെന്ന്. പക്ഷെ ആ സമയത്ത് ഒരു മറുശബ്ദം, ഉയർന്ന മറുശബ്ദം സോവിയറ്റ് റഷ്യയുടെ ആയിരുന്നു. ക്രൂഷ്ചേവ് ആയിരുന്നു അന്ന് സോവിയറ്റ് പ്രസിഡന്റ് ആയിരുന്ന ക്രൂഷ്ചേവ് ആണ് അതിനകത്ത് ഇടപെട്ടത്. ക്രൂഷ്ചേവിന്റെ ഒറ്റ വാണി അദ്ദേഹത്തോട് കൃത്യമായിട്ട് പറഞ്ഞത്, ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായാൽ അത് റഷ്യക്കെതിരെ നടക്കുന്ന ഒരു ആക്രമണമായിട്ട് ഞങ്ങൾ കരുതും. അതായത് ഇന്ത്യയെ അറ്റാക്ക് ചെയ്താൽ, അമേരിക്കയെ അറ്റാക്ക് ചെയ്താൽ അത് റഷ്യയെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് ഞങ്ങൾ കണക്കാക്കും എന്ന് പറഞ്ഞു. ഒറ്റ വരി അദ്ദേഹം പറഞ്ഞുള്ളൂ. അപ്പൊ കൃത്യമായി അമേരിക്ക അന്നത്തെ ഭരണാധികാരിക്ക് കൃത്യമായിട്ട് മനസ്സിലായി, അമേരിക്കയുടെ കപ്പൽപ്പട വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ തയ്യാറായി. അവരുടെ നാവികസേന, അവരുടെ ഏറ്റവും വലിയ സൈനിക സന്നാഹങ്ങൾ കരയിലേക്ക് വന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് കപ്പൽപ്പടയും കൊണ്ട് ദിഗോകാർഷയ്ക്ക് മടങ്ങുകയായിരുന്നല്ലോ. 7-ാം കപ്പൽപ്പട വന്നതുപോലെ തന്നെ നമ്മൾ പറഞ്ഞില്ലേ, ഈ മറ്റു ചില വസ്തുക്കളൊക്കെ ചന്തയ്ക്ക് പോയെന്നൊക്കെ പറഞ്ഞതുപോലെ, ചില ജീവികൾ ചന്തയ്ക്ക് പോയെന്ന് പറഞ്ഞതുപോലെ ദിഗോകാർഷയിലേക്ക് സ്ഥലമിടുകയായിരുന്നു ചെയ്തത്. അത്തരത്തിൽ നമ്മളോട് അടുത്ത് നിൽക്കുന്ന രാജ്യമാണത്. നമ്മൾ ഈ പറഞ്ഞില്ലേ, നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, ഇത്തരം കാര്യങ്ങൾക്കൊന്നും നമ്മൾ മറുപടി പറയേണ്ട കാര്യമില്ല. ഇന്ത്യയിലെ ചില രാഷ്ട്രീയക്കാർ പറയുന്നുണ്ട്, എന്തുകൊണ്ട് അമേരിക്കയുടെ പേരെടുത്ത് പറയുന്നില്ല എന്നുള്ളത്. അത് നമ്മുടെ മാന്യത കൊണ്ടാണ്, ഡിപ്ലോമസിയാണ്, നമ്മുടെ ഡിപ്ലോമസിയുടെ ഭാഗമാണ്. ഒരു രാജ്യവും ഇടപെട്ടിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമേരിക്ക ഇടപെട്ടിട്ടുണ്ടെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമുണ്ട്. വളരെ കൃത്യമായ തീരുമാനങ്ങളാണ്. അതുപോലെ എണ്ണ ഈ വിഷയത്തിലും വരുന്നുണ്ട്. നമുക്ക് 24 മണിക്കൂർ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് കേട്ടോ. 24 മണിക്കൂറിനകം പറഞ്ഞില്ലെങ്കിൽ തിരുവ കൂട്ടിക്കളെ. നമ്മളെ കാലാവസ്ഥക്കാർ പറയുന്നത് പോലെയാണ്, 24 മണിക്കൂറിനകം വന്നില്ലെങ്കിൽ കൊടുങ്കാറ്റടിക്കുമെന്നൊക്കെ പറഞ്ഞതുപോലെയാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞത്. തീരുവ കൂട്ടിക്കളയും, 25 ചിലപ്പോൾ 50 ആക്കുമെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും എന്ത് ചെയ്യട്ടെ. പക്ഷെ നമ്മൾ മരുന്ന് ചെയ്തു കഴിഞ്ഞു. നമ്മുടെ അജിത് ഡോവൽ മനസ്സിലായിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൈറ്റ് ഹൗസിലെ വിവരമുള്ള ആളുകൾക്കൊക്കെ അറിയാം. അദ്ദേഹം റഷ്യയിലേക്ക് പോവുകയാണ്. ഡോവൽ ഇന്ന് റഷ്യയിലേക്ക് പോയി കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്.
നമ്മൾ ഊർജവുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങളിൽ ഉള്ള ചർച്ചകളൊക്കെ ഇന്ന് അവിടെ നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ട്രംപിന്റെ 24 മണിക്കൂർ എങ്ങനെ ആയിരിക്കും, അതുപോലെ ഈ 25 50 ആക്കുമോ, അതോ മറ്റേ നമ്മുടെ രായിരങ്ങന്റെ ഉൾമലയിലുള്ള മറ്റേ നാരായണതപുരാന്തം ചെയ്തതുപോലെ 25 ചിലപ്പം 5 കൊണ്ടുവരുമോ, ഒന്നും പറയാനൊക്കത്തില്ല. എന്തായാലും ട്രംപ് ഒന്ന് കൈകൊട്ടിച്ചിരിക്കാനായിട്ട് നിൽക്കുകയാണ്. മുമ്പേ പ്രജല ആദ്യം പറഞ്ഞത് തന്നെയാണ് ഇതിന്റെ കാരണം. ഒരു ഒരു വൃദ്ധന്റെ ജൽപ്പനങ്ങളായിട്ടൊക്കെ തോന്നാം, അല്ലെങ്കിൽ പണ്ടത്തെ ഒരു തഴമ്പ് ഉണ്ടെന്നുള്ള ഒരു മട്ടിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളായിട്ടും നമ്മൾ ഇതിനെ എടുത്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. സർ, എന്തായാലും ഇത്തരത്തിലുള്ള അസ്ഥിതകൾ അത്ര ശുഭകരമല്ല അമേരിക്കയ്ക്ക്. ഇന്ത്യ ഇന്ന് വളർന്നു കഴിഞ്ഞു. ഇന്ത്യയോട് നേരിട്ട് ഏറ്റുമുട്ടുക എന്ന് പറയുന്നതും വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും. അമേരിക്കയെ കൊണ്ട് എത്തിക്കും എന്നുള്ളത് ഉറപ്പാണ്. അമേരിക്കയെ പോലെ തന്നെ ഇന്ത്യയോട് കലിപ്പുള്ള രാജ്യങ്ങൾ കൂടുതലാണ്, പക്ഷേ മിത്ര രാജ്യങ്ങളും നമുക്ക് കൂടുതലുണ്ട്. എന്തായാലും സാറ് പറഞ്ഞതുപോലെ ഒരു 1000 മന വൈറ്റ് ഹൗസിൽ പണിതിട്ടുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ട്രംപിന് നല്ലതാവുക എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നല്ലൊരു നാളേക്ക് കാത്തിരിക്കാം. നന്ദി സർ.